18 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു. ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി, മഞ്ചേരി റോഡ്, വണ്ടൂർ. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. വയനാട് മഹാദുരന്തത്തിന്റെ ഭീകരശേഷിപ്പായി ഇന്നും ആളനക്കമില്ലാതെ ചൂരൽമല ഗ്രാമം. നാടിനെയാകെ കണ്ണീരണിയിച്ച ദുരന്തം നടന്ന് 4 മാസം കഴിഞ്ഞിട്ടും ചൂരൽമല അങ്ങാടിയിൽ ദുരന്ത ഭീകരതയുടെ ശ്മശാന മൂകതയാണ്. ഇനിയും തേങ്ങലും കരച്ചിലും അടങ്ങാത്ത പ്രദേശത്തിന്റെ ഇന്നത്തെ കാഴ്ചയും ആരുടെയും കണ്ണു നനയ്ക്കുന്നതാണ്. കഴിഞ്ഞ ജൂലൈ 29 പുലർച്ചെ 2:30 രാജ്യത്തെ നടുക്കിയ മഹാദുരന്തം നടന്നത്. ഔദ്യോഗിക കണക്കനുസരിച്ച് 403 പേർ മരിച്ച സംഭവത്തിന് ശേഷം ബാക്കി വന്നവർ ഇപ്പോഴും സർക്കാരിന്റെ സംരക്ഷണത്തിൽ കഴിയുന്നു. സംഭവത്തിന് ശേഷം ചൂരൽമല അങ്ങാടിയിൽ ആകെ തുറന്നു പ്രവർത്തിച്ചത് ദുരന്തത്തെ അതിജീവിച്ച പറമ്പാടൻ മുഹമ്മദ് അലിയുടെ ഒരു ചായക്കട മാത്രം. മുസ്ലിം ലീഗിന്റെ സഹായത്തോടെയാണ് സ്റ്റേഷനറി അടക്കമുള്ള കട തുറന്നത്. ദുരന്തത്തിനിരയായവരുടെ യഥാർത്ഥ കണക്ക് ഇനിയും ലഭ്യമല്ലെന്നാണ് മുഹമ്മദ് അലി പറയുന്നത്. ഒരു 29-ാം തീയതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മുതൽ നമ്മൾ അവിടെ ഇവിടെയും പോയിട്ട് അറബികളെ തല്ലും കുത്തൊക്കെ കിട്ടിയിട്ട് ഒരു 10-35 ലക്ഷം റുപ്യന്റെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് പോയി. ഈ കടന്റെ ഉള്ളിലേക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉപകരണങ്ങളായി കിടക്കുന്നത് ഷട്ടർ, ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ. ഇത് ഞാൻ പെയിന്റ് അടിച്ചതല്ല, മുസ്ലിം ലീഗ് സംഘടന എനിക്ക് ചെയ്ത് തന്നതാണ്. എനിക്ക് നിന്ന് പറയണമെങ്കിൽ നമ്മളൊരാൾ നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെന്ന് തന്നെ പറയണം. അത് മറ്റുള്ളൊരാളത് പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിം ലീഗ് ചെയ്ത് ഓല് പെയിന്റ് അടിച്ച് സാന്ത്വനം, പിന്നെ വൈറ്റ് കേറ്റിന്റെ ആൾക്കാർ സാന്ത്വനം പാടെ ഓല് കംപ്ലീറ്റ് പെയിന്റ് മണ്ണ് മാത്രം 28 ലോഡ് മണ്ണുണ്ടായിരുന്നു ഇതിനകത്ത്. കംപ്ലീറ്റ് മാന്തി പെയിന്റ് അടിച്ച് ഷട്ടറിട്ട് അത്യാവശ്യം ചില്ലറ സാധനങ്ങളുമായിട്ട് എനിക്ക് തുറന്നു തരാൻ കാരണം എന്താ നിങ്ങൾക്കറിയാം? ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ തുറക്കാൻ ഇത് സന്നദ്ധരായിട്ട് ആരും നിന്നില്ല. ഒക്കെ നാട് വിട്ടിട്ട് പോവുകയില്ല. അപ്പൊ എന്റെ ബിൽഡിങ്ങിന് കൂടുതൽ കേടുപറ്റിയില്ല. അപ്പൊ ഞാനെന്ത് പണിയത്, ഞാൻ തുറക്ക എന്നുള്ളത് ഇവരോട് പറഞ്ഞു. വരുന്നവർക്ക് ഇനിയിപ്പോ കേറിയാലും കേറിയിട്ടില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നില്ല നിലക്ക് ഇത് ബിൽഡിംഗ് എന്റെ സ്വന്തം ബിൽഡിംഗ്. അപ്പൊ അതിന്റെ പേരിൽ ഞാനത് തുറക്കാൻ തയ്യാറാണ്. എന്റെ താമസം പള്ളിന് പുറത്ത്. ഈ സംഭവം ഉണ്ടാകുമ്പോഴും അതിന്റെ ചർച്ചയും ഒക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. കുറെ ആൾക്കാരെ കിട്ടാനുണ്ട്. പിന്നെ ഗവൺമെന്റ് പറഞ്ഞ കണക്കിൽ ഒന്നുമില്ല, ഒരുപാട് ആൾക്കാരെ കിട്ടാൻ. കാരണം ഞാനത് പറയാൻ കാരണം എന്താണെന്ന് അറിയുന്നത്, ഇപ്പൊ നിങ്ങൾ വീടെടുത്താലും വീടെടുത്തില്ലെങ്കിലും ഗവൺമെന്റ് അതിഥി തൊഴിലാളികൾക്ക് ഇഷ്ടം പോലെ ഇവിടെ ആൾക്കാരാണ്. അതൊന്നും ഗവൺമെന്റിനെ കണക്കില്ല. ഗവൺമെന്റ് അറ്റ്ലീസ്റ്റ് വോട്ട് ലിസ്റ്റിലില്ല ആൾക്കാരെ കണക്കാണ് ഇപ്പൊ ഗവൺമെന്റ് പുറത്തുവിടുന്നത്. അതില്ലെങ്കിൽ എന്താണെന്നറിയാം, മന്ത്രിസഭ കുടുങ്ങും, പോലീസ് സ്റ്റേഷൻ കുടുങ്ങും, ഈ കൊണ്ടുവന്ന ഏജന്റ് കുടുങ്ങും, കൊണ്ടുവന്ന കമ്പനി കുടുങ്ങും. ഇവരൊക്കെ പാടെ കൂടിയിട്ട് ഒരു തീരുമാനത്തിലേക്ക് അതാണ് അതിന്റെ ഒരു ഔദ്യോഗികമായിട്ട് അത് പുറത്തുവിടാറ്. അതിഥി തൊഴിലാളികളുടെ കണക്ക് ഔദ്യോഗിക കണക്കിൽ വരുന്നില്ലെന്നതാണ് കാരണം. ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്തം നടന്ന അന്നത്തെ കാഴ്ചയാണ് ഇന്നും. പുഴയിൽ വെള്ളമില്ലെന്നു മാത്രം. എല്ലാറ്റിനും മൂകസാക്ഷികളായി തകർന്ന കെട്ടിടങ്ങളും ബെയിലി പാലവും മാത്രം. ഇപ്പോഴും സന്ദർശകരെ ആരെയും കടത്തിവിടാതെ ശക്തമായ പോലീസ് കാവലിലാണ് പ്രദേശമുള്ളത്. ഫയർ റെസ്ക്യൂ ഫോഴ്സിന്റെ സംഘവും സ്ഥലത്തുണ്ട്. സംഭവം നടന്ന അന്ന് മേപ്പാടിയിൽ നിന്ന് മുണ്ടക്കൈ വരെയുള്ള ഇടുങ്ങിയ റോഡ് രക്ഷാപ്രവർത്തനത്തിന് കടുത്ത പ്രയാസം നേരിട്ടിരുന്നു. ഇതിനെ തുടർന്ന് ഈ റോഡ് വീതി കൂട്ടുന്ന പണി നടന്നുവരികയാണ്. 1200 കോടിയിലേറെ വരുന്ന സാമ്പത്തിക നഷ്ടത്തിനു പുറമെ 227 മൃതദേഹങ്ങളും 190 ശരീരഭാഗങ്ങളും കണ്ടെടുത്തെങ്കിലും 150 പേരെയെങ്കിലും കാണാതായതാണ് കണക്ക്. പഴയ പ്രതാപത്തിന്റെ ചൂരൽമല ഇനി സാധ്യമല്ലെങ്കിലും അവശേഷിക്കുന്നവരുടെ ഭാവി ജീവിതമെങ്കിലും കരുപിടിപ്പിക്കാനാവുമോ എന്നതാണ് ദുരന്തഭൂമിയിൽ എങ്ങും ഉയരുന്ന ചോദ്യം. ന്യൂസ് ഡെസ്ക്, WVsion ന്യൂസ്. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ.